പിമാരുടെ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് അതിനനുസരിച്ചുള്ള സമ്മേളനമാണ് ഉണ്ടായിരുന്നത്. നല്ല ചർച്ചകൾ നടന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത പ്രശ്നങ്ങൾ റെയിൽവേ വികസനവുമായി, കേരളത്തിലെ റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് എം പിമാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു നിർദ്ദേശം വന്നു. മുഖ്യമന്ത്രിയും ഈ വകുപ്പിൻ്റെ ചാർജ് വഹിക്കുന്ന മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് കൂടി പാർലമെൻറ്റ് നടക്കുന്ന സമയത്ത് ഡൽഹി വന്ന് എം പിമാരും ആയി സംസാരിച്ച് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ആവശ്യങ്ങൾ എം പിമാരുടെ കൂടെ സാന്നിധ്യത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണണം എന്നൊരു നിർദ്ദേശം വന്നു. അതനുസരിച്ച് 9-ാം തീയതി ഡിസംബർ മാസം 9-ാം തീയതി ഡൽഹിയിൽ കേരളത്തിലെ എം പിമാരുടെ യോഗം ഈ പ്രശ്നം മാത്രമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് കൂടും. 10-ാം തീയതി കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള നിവേദനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. സബർബൻ റെയിൽവേയെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുമായിട്ടുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തി. അത് ഈ മാസം തന്നെ അതിൻ്റെ MOU ഇന്ത്യൻ റെയിൽവേയുമായിട്ട് കേരള ഗവൺമെൻറ് ഒപ്പ് വെക്കുന്നതായിരിക്കും. റബ്ബർ ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. റബ്ബർ ബോർഡിന് ചെയർമാൻ ഇല്ലാതെയായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. റബ്ബർ കർഷകർ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങൾ ഇന്നത്തെ യോഗത്തിൽ അത് ചർച്ച ചെയ്തു. അത് ഏറ്റവും വേഗത്തിൽ റബ്ബർ ബോർഡ് പുനഃസംഘടിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ഞാൻ കത്തെഴുതുന്നതാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് 300 കോടി രൂപ കർഷകരെ സഹായിക്കാൻ വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. കർഷകർക്ക് വിലയിടിവുണ്ടാകുമ്പോൾ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വില സ്ഥിരതാ ഫണ്ടുണ്ട്. ആ ഫണ്ടിൽ നിന്നുള്ള സഹായവും ഈ കാര്യത്തിൽ ആവശ്യപ്പെടാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ മറ്റ് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിൻ്റെ എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങൾ എം പിമാർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ പാർലമെൻറ്റിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതാണ്.